ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ നമ്മളൊരു കുക്കിംഗ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഇത് ഫാം ടു ഹോം എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അപ്പം ഫാം ഫ്രഷ് പ്രോഡക്റ്റ്സ്, ഇതിപ്പോൾ ചിക്കനാണ്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ഫാം ഫ്രം ഹോം, ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഓർഡർ ചെയ്തപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് എത്തിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം ആ സമയത്ത് ചോദിച്ചാൽ വിത്തിൻ ഇത്ര 12 hours ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അവർ എത്തിക്കും. സോ കീപ് കാം ആൻഡ് സ്റ്റേ ഫ്രഷ് ടു ഹോം. നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ ആണ് ഇത് തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അതൊരു ഇൻസ്റ്റൻറ്റ് ബിരിയാണിയാണ്. അത് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുമ്പോൾ കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കവറ് പൊട്ടിച്ചപ്പോൾ ഇത് 1/2 kg ചിക്കൻ കേട്ടോ. ഇത് 1/2 kg. ഇത് കണ്ടോ, റെഡി ടു കുക്ക്. ഇതാണ് ഫ്രഷ്. ഇതാണ് നമ്മൾ കിട്ടുന്നത് ഫാം ഫ്രഷ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഒരു പീസുകളാക്കി വൃത്തിയായിട്ട് പാക്ക് ചെയ്ത്, ഇത് റെഡി ടു കുക്കാണ് കേട്ടോ. ഇത് ലോലിപോപ്പ്. ഇത് നമ്മൾ എടുത്തിട്ട് അതേപോലെ കുക്ക് ചെയ്താൽ മതി. അത്യാവശ്യം ഒരാൾക്കൊക്കെ 2 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ബിരിയാണി പീസാണ്. ഇത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ആമ്പൂർ ബിരിയാണി ആണ്. അതിൽ ആമ്പൂർ ബിരിയാണി കിറ്റാണ് കേട്ടോ. കുക്ക്ഡ്, ഇതിലും കണ്ടോ, ഇത് കുക്ക്ഡ് റെസിപ്പി മിക്സസ് ഫോർ ഹാപ്പിനെസ്. വെജ് എന്നാണ് ഗ്രീൻ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം, വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി മിക്സ് എല്ലാം ഒരേ തന്നെയാണ് ഫോർ വെജ് ആൻഡ് ചിക്കൻ. നമുക്ക് ഐദർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചിക്കനാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഓർഡർ ചെയ്ത് വെജും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇത് നെറ്റ് ക്വാണ്ടിറ്റി 505 grams ആണ്. 505 gram. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 250 gram റൈസ്, 250 gram ഗീ മസാലാസ് ആൻഡ് 5 gram ഗീ. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈൽഡ് നമുക്ക് ടോട്ടൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.3 kg ഓഫ് ബിരിയാണി. ഇറ്റ് സെർവ്സ് ഫോർ 3 people ആണ്. അപ്പോൾ നമ്മളിതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് കുക്ക്ഡ് ആണ് ഓൾറെഡി. കണ്ടോ, കുക്ക്ഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന്. ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം, ടേബിളിൽ വെച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുറന്നത് എന്തൊക്കെ സാധനം, ഇത് മസാലയാണ് തോന്നുന്നു കേട്ടോ. ആമ്പൂർ ബിരിയാണി പേസ്റ്റ് 250 gram. ഇതാണ് ആമ്പൂർ ബിരിയാണി പേസ്റ്റ്. ഇനി ഇതാണ് റൈസ്. ഇത് 250 gram. മറ്റേ നമ്മുടെ ജീരകശാല റൈസാണ് കേട്ടോ. 250 grams. പിന്നെന്താ തന്നിരിക്കുന്നത് നോക്കട്ടെ. ഇത് ഓയിലാണ്, നെയ്യായിരിക്കാം സാധ്യതയുണ്ട്. ഇത്ര മാത്രം സാധനം മതി. നമ്മൾ അഡീഷണലായിട്ട് ഉള്ളിയോ ജിഞ്ചർ പേസ്റ്റോ ഗാർലിക് പേസ്റ്റോ ഒന്നും ആവശ്യമില്ല. ഈ 3 ഇൻഗ്രീഡിയൻറ്റും പിന്നെ വേറെ ഞാൻ കാണിച്ചു തരാം എന്താണുള്ളത്. വരും ഇതിൻ്റെ ഫാം ഫ്രഷ് തന്നെ. നമുക്ക് വേറെ ഉള്ളത് നമ്മളിപ്പോൾ 1/2 kg, ഞാനിപ്പോൾ ഫാം ഫ്രഷ് എന്ന് കാണിച്ചില്ലേ, 1/2 kg ചിക്കനാണ് കേട്ടോ, 1/2 kilo. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമുക്ക് ഫാം ഫ്രഷ് ആയിട്ട് കിട്ടും. ഹോം ഫാം ഫ്രഷ്. അതിൻ്റെ തന്നെ റെഡി ടു കുക്കിൽ ഇത് സാധനം കൂടെയാണ് കേട്ടോ. സ്പൈസി ആൻഡ് ക്രിസ്പി ചിക്കൻ ലോലിപോപ്പ്. ഇതിപ്പോൾ നമുക്കിവിടെ ഡ്രൈ ഫ്രയർ ഉണ്ട്, അതിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം. ഇത് റെഡി. നമുക്കൊന്നും ചെയ്യാനില്ല. അത് പൊട്ടിക്കുക, പ്ലേറ്റിൽ വെക്കുക, എണ്ണ ചൂടാക്കുക, വറുക്കുക, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്യുക. ഇതാണത്. അപ്പോൾ ഈസിയാണ്. ഇപ്പോൾ പാലക്കാട് ഇത് അവൈലബിൾ. നമ്മുടെ പെരുമ്പ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അത് പാലക്കാട് നിന്നല്ല, നമ്മൾ ഇവിടെ നാട്ടിൻ പുറത്ത് പോലും ഇത് അവൈലബിൾ ആണ്. ഇന്ന് മോള് ചെന്നൈയിലിരുന്ന് ഓർഡർ ചെയ്ത് ഇന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിലെത്തി. അപ്പം ഈസിയാണ്. അപ്പോൾ നമുക്ക് പോയി ചിക്കൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ചിക്കനായി വേസ്റ്റ് ഒന്നും ആവില്ല. നമുക്ക് ഇങ്ങനെ 1/2 kg. അതുപോലെ ഞാൻ ഒരു പാക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലാത്തത് ഒന്നുകൂടെ കാണിക്കണം കേട്ടോ. ഇതും കൂടെ ഉണ്ട്. ഇതും റെഡി ടു കുക്ക്. ഇത് തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതും റെഡി ടു കുക്കാണ്. അപ്പോൾ നമുക്കിത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നമ്മുടെ ഫ്രീസർ സെറ്റിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം. ഫ്രിഡ്ജൊന്നും നോക്കരുത് കേട്ടോ. എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. ബാക്കി ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ചിക്കൻ ഞാൻ കഴുകി റെഡിയാക്കിയതാണ്.
അപ്പോൾ മസാലയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഈ അരി എങ്ങനെ ചെയ്യണമെന്നതിൻ്റെ റെസിപ്പി പറയാട്ടോ. അവരതിൽ എഴുതിയ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു വട്ടം രണ്ട് വട്ടം നന്നായിട്ട് കഴുകിയിട്ട് ഇതൊരു 20 മിനിറ്റ്സ് നമ്മൾ കുതിരാൻ വെക്കണം. 20 മിനിറ്റ് നമ്മൾ കുതിരാൻ വെക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം അതിനാദ്യം. അപ്പം ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് 250 ഗ്രാം അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു 3 പേഴ്സൺസിന് കഴിക്കാനുള്ളതായി. അപ്പം ഏകദേശം നമുക്ക് മാത്രമേ കഴിക്കുള്ളൂ. നമ്മൾ ഈ ദിവസം നന്നായിട്ട് 1-2 വട്ടം നന്നായിട്ട് കഴുകുക. അപ്പോൾ കഴുകുമ്പം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പാത്രം അടിയിൽ വയ്ക്കാം. ഒരു വട്ടം നമ്മൾ കഴുകുക. 2 ടൈംസ് കഴുകിയാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഇത്ര വെള്ളം മതി, ഏകദേശം അതൊരു മുങ്ങുന്ന ലെവലിൽ വെള്ളം മതി. അത് നമ്മളൊരു 20 മിനിറ്റ്സ് നമ്മളിവിടെ അത് കുതിരാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ആമ്പൂർ ബിരിയാണി റെസിപ്പി പ്രകാരം എടുത്താൽ ചെയ്യുന്നത്. പിന്നെ വലിയൊരു സത്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ല. മോള് ചെന്നൈയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ 250 ഗ്രാംസ് മസാല നമ്മൾ എണ്ണയോ ഒന്നും ഒഴിക്കണ്ട, ഓൾറെഡി എല്ലാം ആണ്. ഓണിയൻ വേണ്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണ്ട. അപ്പോൾ ഡയറക്റ്റ് ഈ മസാല നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചാൽ മതി. ഓക്കെ, നമ്മൾ 250 ഗ്രാംസിൻ്റെ ഒഴിച്ചു. ഒരു സ്പൂൺ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ അല്ലേ, കംപ്ലീറ്റ് എടുക്കാം. ഓക്കെ, വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് അധികം ഹൈ ഫ്ലെയിമിലല്ല, ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 1 to 2 മിനിറ്റ്സ് സോഫ്റ്റ് ചെയ്യണം കേട്ടോ. മസാല കണ്ടോ, നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് മസാല കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മസാല കേട്ടോ. ഇതുണ്ടോ, 250 ഗ്രാംസ് പറഞ്ഞാൽ ഇത്ര മസാലയുണ്ട്. അപ്പോൾ ഈ മസാല നമ്മൾ കുറച്ച് സോഫ്റ്റ് ചെയ്യണം. അപ്പം നമ്മളിത് 2 to 3 മിനിറ്റ്സ് സോഫ്റ്റായി കേട്ടോ. ഒരു 2 to 3, അതിനൊരു പച്ചമണം പോണ വരെ സോഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 to 3 മിനിറ്റ്സ് സോഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത് സോഫ്റ്റായി ഇങ്ങനെ അറിയാം വെച്ചാൽ അതിൻ്റെ ഒരു പച്ച മണം പോയിട്ട് ഒരു നല്ലൊരു ഫ്ലേവേർഡ് മണം വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സിമ്മാക്കിയിട്ടുണ്ട്. നമ്മളിനി എന്താ ചെയ്യേണ്ടത് അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പീസസ് അതിലിടുക. ഒരു ലെഗ് പീസ് ഞാനൊരു 1-2 പീസ് ഇച്ചിരി ചെറുതാക്കി, വലിയ പീസായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 6, 7, 8 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യണം. ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ സോഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആ വെള്ളമൊക്കെ ഇറങ്ങി വരുമോ ഒക്കെ നോക്കണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരിപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷെ കുറവ് ഉപ്പായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഉപ്പ് കുറച്ച് കൂട്ടിയിടുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് അരി അത്ര നേരം നമ്മൾ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് അരി ഊറ്റിയെടുക്കും കേട്ടോ. 20 മിനിറ്റ്സിൻ്റെ മുകളിലായിക്കഴിഞ്ഞാൽ അത് അപ്പോൾ നമുക്ക് അരി ഒന്ന് സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കാം. ഊറ്റി വയ്ക്കാം, അരി റെഡിയാക്കി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ 375 ml ആണ്. അപ്പോൾ ഇതൊരു 125 ml ആണ്. അപ്പം 250 ഒരു 3 ഗ്ലാസ് വെള്ളം മതി ഏകദേശം. 125 ml ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അളന്ന് വെച്ചു. ഇനി നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇത് സോഫ്റ്റ് ചെയ്യാം. ചിക്കൻ ഇടുമ്പോൾ മസാല എല്ലാവരുടെയും പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒന്ന് കാണിച്ചാൽ ഉണ്ടോ, ചിക്കൻ ഇട്ടപ്പോൾ മസാല എല്ലാം ചിക്കനിൽ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ ചിക്കൻ സോട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഫ്ലെയിം
അധികം കൂട്ടാൻ പാടില്ല കേട്ടോ. കാരണം മസാല ചിക്കനിൽ പിടിക്കാനൊരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മസാല കരിയും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ചിക്കൻ കുറച്ച് നേരം നമ്മൾ മസാല പിടിക്കാനുള്ളൊരു സമയം കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മസാല കരിയാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി കുക്ക്ഡ് മസാലയാണ്. അപ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അത് അപ്പോൾ ഇതിൽ ഉള്ളി, തക്കാളി, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പം തന്നെ ബിരിയാണി മണം വന്നു. ബിരിയാണി മസാല എല്ലാം മണം വരുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ആകുമ്പോൾ പറയാവേ. അപ്പോൾ ഏകദേശം ചിക്കൻ സോർട്ടഡായി. ഇനി നമ്മൾക്ക് അതിലേക്ക് ഈ പറഞ്ഞ 375 ml വെള്ളം കേട്ടോ. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് അളവിൽ വെള്ളം വെക്കുക, കൂടരുത്. ഞാൻ കറക്റ്റ് അളവിനാണ് എടുത്തിരിക്കുന്നത്. 375 മെഷർ ചെയ്ത് എടുക്കുക. നമ്മൾക്ക് ഏകദേശം ആവറേജ് അറിയാമല്ലോ ഗ്ലാസ്സുകളുടെ അളവ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് നന്നായി ചൂടായാൽ മതി. തിളയ്ക്കണം എന്നില്ല. നല്ലൊരു സ്റ്റീം വരുന്ന ലെവൽ വരെ നമ്മളാവുമ്പോൾ എന്നിട്ടാണ് നമ്മൾ അരിയിടുക. അപ്പോൾ അരിയിടുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായി ചൂടായിട്ടോ. ഒരു തിളയ്ക്കുന്ന ലെവലെത്തി. തിളയ്ക്കണം നിർബന്ധമില്ല. തിളച്ചാൽ നമുക്ക് അയ്യോ വെള്ളം ഇങ്ങനെ വരുന്നല്ലോ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നമ്മുടെ അരി കറക്റ്റായിട്ട് അതിലേക്ക് ഇടുക. ഓക്കെ, ചിക്കൻ ഇട്ടിട്ട് മസാല ആദ്യം നമ്മൾ സോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ചിക്കൻ ഇട്ടു. ചിക്കൻ കുറച്ചൊരു 2 to 3 minutes സോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 375 ml വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വെള്ളം നന്നായി ചൂടാകണം. തിളയ്ക്കണം എന്നില്ല. അങ്ങനെ തിളയ്ക്കുന്ന പരുവാകുമ്പോൾ നമ്മൾ ഫുൾ 250 gram റൈസ് അതിലോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കുക കേട്ടോ. അരിയും ചിക്കനും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാ കേട്ടോ. ഉപ്പ് മസാലയ്ക്ക് കറക്റ്റാണ്. പക്ഷെ നമ്മൾ അരി ഇട്ടത് കൊണ്ട് ഒരു ശകലം ഒന്ന് കയറി നിൽക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു പൊടിക്ക്, ഞാൻ കല്ലുപ്പാണ് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചതാ ഇത്ര മാത്രം മതി. ഒരു 2 or 3 കല്ല് ഇട്ടാൽ ആ ഉപ്പിടുക. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ എടുത്തിട്ട് നമ്മൾ ഈ കുക്കർ അടയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുക്കർ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 വിസിൽ വരുന്നവരെ ഈ കുക്കർ ഇങ്ങനെ വെക്കുക. 2 വിസിൽ കഴിഞ്ഞത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു 10 minutes, അത് എക്സീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. 10 minutes കുക്കർ അവിടെ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, ഒരു വിസിൽ വന്നു കേട്ടോ. ഇത് 2ാമത്തെ വിസിൽ. നമ്മൾ വെയിറ്റിംഗ് ആണ്. എൻ്റെ റോക്കു അടുക്കളയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും. ഇത് എക്സ്പെക്റ്റിംഗ് ദ സെക്കൻഡ് വിസിൽ. ഞങ്ങളുടെ അടുപ്പൊക്കെയാണ് ഇത്. അടുപ്പ് സംഭവങ്ങളൊക്കെ, വിറക്, കൂടുതൽ കുക്കിംഗ് ചോറെല്ലാം നമ്മൾ അടുപ്പിലാണ് വയ്ക്കുക. സെക്കൻഡ് വിസിൽ വരുന്നു. സെക്കൻഡ് വിസിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ കൃത്യം 10 minutes, ഇപ്പോൾ നമ്മൾ 7 സമയം നമ്മൾ നോക്കിയിട്ടുണ്ട്. കൃത്യം 10 minutes കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇത് സ്റ്റീം ഔട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 10 minutes കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഹൈ ഡിയേഴ്സ്, കറക്റ്റ് 10 minutes കഴിഞ്ഞ് ഞാനിപ്പോൾ തുറന്നു. ഞാൻ 10 minutes ആ ടൈം കീപ്പ് ചെയ്ത് വേഗം തുറന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. See my biryani. See, this is ആമ്പൂർ ബിരിയാണി. ഇനി നമ്മൾ ഇതിൻ്റെ മിനുക്ക് പണികൾ എന്താണെന്ന് ചെയ്യണമെന്ന് കാണാം കേട്ടോ. ഒരു മിനിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഒരു ഗാർണിഷിങ് സാധനം തന്നത്. എനിക്ക് തോന്നുന്നു നെയ്യാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഒഴിച്ചിട്ട് വേണം. എനിക്ക് തോന്നുന്നു യെസ്, ഇതൊരു നെയ്യല്ല അല്ലേ, ഇതൊരു ഫ്ലേവർ സ്മെല്ലാണ്. എനിക്കിവിടെ അതിന് ബിരിയാണി ഫ്ലേവറാണ് തോന്നുന്നു കേട്ടോ. അതങ്ങോട്ട് ഒഴിക്കുക. ഇത് 10 minutes കഴിഞ്ഞ് ഇറക്കുമ്പോഴാണ് ഇത് ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്ലാഷ് ചെയ്യാം.
കറക്റ്റായിട്ടുണ്ട്. കുറച്ച് വെന്തിട്ടുണ്ട്, എന്നാലും കറക്റ്റാണ് കേട്ടോ. എൻ്റെ കറക്റ്റ് ചിക്കനൊക്കെ കറക്റ്റ് ഉടഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഉടയണം. ചോറ് ഇത്തിരി വെന്ത് പോകുന്നുണ്ട് എങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് പാടില്ല, ഒരു 5 മിനിറ്റ്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യണം. എന്നാലും ചോറ് കറക്റ്റ് കുറച്ചൊന്ന് ആദ്യം കഴിയുമ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ 10 മിനിറ്റ്സ് വെക്കണ്ട, ഒരു 6 to 7 മിനിറ്റ്സ് വെച്ചാൽ മതി. സോ ബിരിയാണി ഈസ് റെഡി. സി ദിസ് ഈസ് ആമ്പൂർ ബിരിയാണി. ആമ്പൂർ ബിരിയാണി കുറച്ച് എല്ലാം നമ്മൾ, ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്, ഞാൻ ഫസ്റ്റ് ടൈം ഡൂയിങ്. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ എനിക്കിതിൽ മനസ്സിലായി 2 മിസ്റ്റേക്ക്. ഒന്ന്, നമ്മൾ 375 ml എന്നുള്ളത് നമ്മൾ 350 ml ഒഴിച്ചാൽ മതി വെള്ളം. കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. ചിക്കനൊക്കെ കറക്റ്റാണ്. അതുപോലെ 10 മിനിറ്റ്സ് ഉള്ളത് നമ്മളൊരു എനിക്ക് തോന്നുന്നു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ എടുക്കാം, 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞാൽ എടുക്കാം. പക്ഷേ ഇത് ആറി കഴിയുമ്പോൾ ഇത് കറക്റ്റാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചൂടായതുകൊണ്ടാണിത്. ആറി കഴിയുമ്പോൾ ബിരിയാണി കറക്റ്റാവും. റൈസ് കുറച്ച് വെന്തിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ്സ് 3 എക്സസ് ആണ്. പക്ഷെ 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 to 7 മിനിറ്റ്സ് ആണെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.